കുട്ടികള് കുറച്ചു തിരക്കിലാണ്. അവര് മീൻ പിടിക്കാൻ പോവുകയാണ്. ഫിഷ് ട്രാപ്പ് ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. കത്തിയും കത്രിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കുപ്പിയില് ഹോളിട്ട് തരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ വല്ലപ്രകാരം ഹോളൊക്കെ ഇട്ട് അവര് മീൻ പിടിക്കാനായിട്ട് പുഴയിലേക്ക് പോയി. ഒരുപാട് നേരമായിട്ടും കാണാത്തതുകൊണ്ട് ഞാൻ തെരഞ്ഞു പോയതാണ്. പുഴയിൽ വെള്ളമൊക്കെ നന്നേ കുറവാണ്. എങ്കിലും ഇതൊന്നും കുട്ടികളുടെ മീൻ പിടുത്തത്തിനൊരു തടസ്സമാവില്ല. കാരണം അവർക്ക് കുറച്ച് വെള്ളവും അതിൽ കുറച്ച് മീനും മാത്രം മതി. ഇതാണ് ഫിഷ് ട്രാപ്പ്. എങ്ങനെയൊക്കെയോ അവര് ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കി അതിലൊരു മീനിനെ കുടുക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരുവന്റെ കയ്യിൽ ചൂണ്ടയുണ്ട്. അവര് കയ്യില് മണ്ണിരയൊക്കെ കരുതിയിട്ടാണ് മീൻ പിടിക്കാനായിട്ട് പോയിട്ടുള്ളത്. ഇതിപ്പോ സംഗതി എന്തായാലും മീൻ പിടുത്തമല്ലേ, നമുക്കും കാണാനൊക്കെ ഇത് ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് എത്ര മീൻ പിടിച്ചതാ, തോർത്തിട്ടിട്ടും ചൂണ്ടയിട്ടിട്ടും ഒക്കെ. അന്നൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളമില്ല, മീനും ഇല്ല. എന്നാലും കുട്ടികൾക്ക് ഇത്രയും വെള്ളം തന്നെ ധാരാളമാണെന്ന മട്ടിലാണ് അവരുടെ മീൻപിടുത്തം. പുല്ലിന്റെ ഇടയിലും ചളിയിൽ കൂടിയും എല്ലാം നടന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ വിളിച്ച് കരയെ കയറ്റാൻ നോക്കിയാ അരമണിക്കൂർ കഴിഞ്ഞേ കരയെ കയറുള്ളൂ. എന്നാ പിന്നെ അവര് കരയെ കയറുമ്പോ കൂടെ കയറാന്ന് വിചാരിച്ചു. ദേ ഒരാൾ അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. മീൻ കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതല്ല വിഷയം, ചൂണ്ടയിടണം. അതിലൊരു മീനെങ്കിലും കുടുങ്ങണം. ഒരെണ്ണം മതി, കൂടുതലൊന്നും വേണ്ട. അത് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷവും ആവേശവും. ഒരു മീനെങ്ങാനും ചൂണ്ടയിൽ കുടുങ്ങിയ പിന്നെ ആരായി കൂട്ടത്തിലെ ഹീറോ, സൂപ്പർ ഹീറോ. ദേ ഫിഷ് ട്രാപ്പ് ഈ ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരറ്റം നൂലുകൊണ്ട് പുറത്തേക്ക് കരഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ പിടിച്ച് പതുക്കെ വലിച്ചെടുക്കാം. കുറച്ചുനേരം അനക്കാതെ അങ്ങനെ തന്നെ വെച്ച് നോക്കാം. എങ്ങാനൊരു മീന് പെട്ടാലോ? അഥവാ ഇനി പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിവിടെ വെച്ചിട്ട് നാളെ വന്ന് തിരിച്ചെടുത്തു കൊണ്ടുപോവാം. ഈ തീരുമാനം എന്റേതല്ല, ഞാനിതിൽ ഉത്തരവാദിയേ അല്ല. കുട്ടികൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച തീരുമാനമാണ്. ഇതിപ്പോ മണിക്കൂർ 1 കഴിഞ്ഞു. കുട്ടികളാണെങ്കിൽ പുഴയിൽ നിന്ന് കേറുന്ന ലക്ഷണമില്ല. എന്നാ പിന്നെ ഇവരേതറ്റം വരെ പോകുന്നെന്ന് നോക്കട്ടെ. അങ്ങനെ വല്ലപ്രകാരം കുട്ടികളെ ഈ പുഴയുടെ കാടിന്റെ പുറത്തെത്തിച്ചു. വഴിയില് കുട്ടികളെക്കാളും ഉയരത്തിലാണ് കാട്. മുമ്പൊക്കെ അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ വരുമായിരുന്നു. ഇപ്പോ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആരും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിപ്പോ കുട്ടികൾക്ക് അവരുടെ ആവശ്യമായി പോയില്ലേ. കാടാണെങ്കിലും മലയാണെങ്കിലും അവരവരുടെ ആവശ്യം നിറവേറ്റണം. അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് വിരലിൽ എണ്ണാവുന്ന മീനെ കിട്ടിയുള്ളൂ. എങ്കിലും അവര് ഹാപ്പിയാണ്. പക്ഷെ അവരുടെ പ്രതീക്ഷ മുഴുവൻ ആ ഫിഷ് ട്രാപ്പിലായിരുന്നു. അതുകൊണ്ട് കിട്ടിയ മീനിനെ അവരവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. പിറ്റേന്ന് ഓർമ്മയോടുകൂടി അവർ ഫിഷ് ട്രാപ്പ് എടുക്കാൻ പോയി. വാവ്, സൂപ്പർ! അവരുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. 5-6 മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ആഗോള പ്രശ്നം. ഈ മീനിനെ എങ്ങനെ സൂക്ഷിക്കും? ഓരോരുത്തർക്കും എത്ര മീൻ വീതം എടുക്കാം? ഈ മീനിന് എന്ത് തീറ്റ കൊടുക്കും? അങ്ങനെ 100 ചോദ്യങ്ങളാണ്. എന്താണെങ്കിലും കുറച്ചുനേരം മീനിനെ നോക്കിയിരുന്ന് അവരുടെ കൊതി തീരട്ടെ. മീനെങ്ങാനും താഴെ പോയാൽ അതിനെ വളരെ കഷ്ടപ്പെടുന്ന രീതിയിൽ അഭിനയിച്ച് പിടിച്ച് കുപ്പിയിലേക്ക് തിരിച്ചിടണം. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു എന്റർടൈൻമെന്റ്. ഈ മീന് ചത്തപോലെ കിടക്കുകയായിരുന്നു. ജീവനുണ്ടോന്ന് അറിയാൻ വേണ്ടി പുറത്തിട്ട് നോക്കിയതാ. ജീവനുണ്ട്. അങ്ങനെ ആഗോള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായി ദേ മണ്ണിനെയൊക്കെ പിടിച്ച് മീനിന് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീറ്റ കിട്ടാതെ മീനിന് ഒരു അബദ്ധം സംഭവിക്കരുതല്ലോ. എവിടുന്നൊക്കെയോ ഒരു കുപ്പിയൊക്കെ സംഘടിപ്പിച്ച് ദേ മീനിനെ അതിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എവിടുന്നൊക്കെയോ മണ്ണിരിയെ സംഘടിപ്പിച്ച് ദേ മീൻ തീറ്റയും സെറ്റായിട്ടുണ്ട്. ഇനി എന്ത് വേണം? അങ്ങനെ കുട്ടികളുടെ വലിയൊരു ആഗോള പ്രശ്നത്തിന് ഉത്തരം കിട്ടിയല്ലോ എന്നുള്ള സമാധാനമാണ് എനിക്ക്.